എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. വരൂ, നമുക്ക് ഇന്ന് പടവലങ്ങ തോരൻ ഉണ്ടാക്കാം. പടവലങ്ങ നല്ല ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊത്തിപ്പൊടിക്കരുത്. പടവലങ്ങ തോരൻ വെക്കുന്നതിന് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോളയും 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ടൊന്ന് കൈവെള്ളം കുടഞ്ഞ് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം മതി. അപ്പോൾ ഈ വെള്ളത്തിൽ അങ്ങ് നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും. ഇനി ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് അരപ്പിനുള്ളത് തയ്യാറാക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയെ എടുത്തോളൂ. അപ്പോൾ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 അല്ലി വെളുത്തുള്ളി, ഒരു ഉണക്കമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. നമ്മുടെ അരപ്പ് ചതച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് ചതയാവുള്ളൂ. ഈ രീതിയിൽ എടുക്കണം. പടവലങ്ങ വെന്തോന്ന് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് വേണം ഈ പടവലങ്ങ ഒന്ന് വേവിക്കേണ്ടത്. നല്ല രുചിയായിരിക്കും തോരന്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊന്നും കിട്ടി നിൽപ്പില്ല. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് വേണം ഇങ്ങനെ കട്ടിയുള്ള സാധനങ്ങൾ നമ്മൾ തോരൻ വെക്കുമ്പോൾ വേവിക്കേണ്ടത്. കാരണം എണ്ണ അന്നേരം നമുക്ക് അത്രയും കുറച്ച് ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. പടവലങ്ങ നമ്മുടെ വീട്ടിലിരിപ്പോൾ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയിലും വേഗത്തിലും തോരൻ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണേ.